അസ്സലാമു അലൈക്കും. അള്ളാഹുവിനോട് എങ്ങനെ അടുക്കാം? അള്ളാഹുവിനോട് അടുക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും അഭിലാഷമാണ്. കാരണം അത് ആത്യന്തികമായി ഇപ്പോൾ മാത്രമല്ല, പരലോകത്തും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ചില മാർഗങ്ങൾ. 1. എല്ലാ ദിവസവും ഖുർആൻ വായിക്കുക. ഖുർആൻ ഭക്തിപൂർവ്വം പഠിക്കുകയും അതിലെ മനോഹരമായ വാക്കുകൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഓരോ ആയത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഇഹത്തിലും പരലോകത്തും വിജയം നേടാൻ നിങ്ങളെ സഹായിക്കും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആൻ പരിഹാരങ്ങൾ നൽകുന്നു. കൂടാതെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മഹത്തായ സമ്മാനവുമാണ്. ദിവസവും കുറഞ്ഞത് 60 മിനിറ്റെങ്കിലും ഖുർആൻ പഠനത്തിനായി മാറ്റിവെക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫജ്റിനും സൂര്യോദയത്തിനും ഇടയിലുള്ള സമയമാണ് ഇതിന് നല്ല സമയം. നിങ്ങളുടെ പ്രിയപ്പെട്ട ചില വാക്യങ്ങൾ മനഃപ്പാഠമാക്കി നിങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. മനോഹരമായ ഉച്ചാരണത്തോടെ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുക. ഖുർആനിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. 2. അല്ലാഹു തആല നിർദ്ദേശിച്ച പ്രകാരം ഒരു ദിവസം 5 തവണ പ്രാർത്ഥിക്കുക. 5 നിർബന്ധിത പ്രാർത്ഥനകൾ നിശ്ചിത സമയത്ത് നിർവഹിക്കുക. ബാങ്ക് വിളി കേട്ടാൽ എത്രയും വേഗം പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്രമിക്കാനും ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്നതെല്ലാം മറക്കാനും ശ്രമിക്കുക. ഓർക്കുക, നിങ്ങളിപ്പോൾ അള്ളാഹുവിനൊപ്പമാണ്. അവൻ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ അർഹിക്കുന്നു. ഓർക്കുക, അള്ളാഹു ഓരോ പ്രാർത്ഥനയും കാത്തിരിക്കുന്നു. അത് കൃത്യമായും കൃത്യസമയത്തും പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് മലക്കുകൾ രേഖപ്പെടുത്തും. നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആഴത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഓരോ വാക്കിൻ്റെയും അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ നിരവധി അധിക ഐച്ഛിക പ്രാർത്ഥനകളിൽ ചിലത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. 3. ദിക്ർ ഉണ്ടാക്കുക. ഖുർആനും അള്ളാഹുവിനെ ഓർക്കാൻ ദുആകളും ഓതുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്തും ദുആ ചെയ്തും മനോഹരമായ വാക്യങ്ങൾ ആവർത്തിച്ചും എല്ലാ ദിവസവും അള്ളാഹുവിനെ ഓർക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് സംസാരശേഷി നൽകി. അതിനാൽ അവൻ മാത്രം മഹത്വപ്പെടുത്താനും ആരാധിക്കപ്പെടാനും അർഹനാണെന്ന് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാവ് നനവുള്ളതായിരിക്കണം. ഏറ്റവും എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്നത് തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, തസ്ബീഹ് എന്നിവയാണിത്. നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ചൊല്ലാവുന്നതാണ്. അമിതഭാരം ചുമത്താതെ അള്ളാഹുവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് ദിക്ർ. അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നതാണ് തക്ബീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കുന്നതാണ് തഹ്ലീൽ. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അള്ളാഹുവിന് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കലാണ് തഹ്മീദ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് പരിശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതാണ് തസ്ബീഹ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ കഴിയും. അത് അവയുടെ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നിടത്തോളം. 4. നല്ല പെരുമാറ്റം നിലനിർത്തുക. മറ്റുള്ളവരോട് ദയയും ബഹുമാനവും പുലർത്തുക. ഒരിക്കലും കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് നല്ലവരായിരിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളോട് ദയ കാണിക്കുക. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക. എപ്പോഴും ക്ഷമിക്കുക, നല്ലവരായിരിക്കുക. നിങ്ങളുടെ ശത്രുക്കളോട് പോലും ദയ കാണിക്കുക. തിന്മയെ നന്മ കൊണ്ട് തടുക്കുക എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു. 5. പാപം ചെയ്യുന്നത് ഒഴിവാക്കുക. കഴിയുന്നത്ര പാപരഹിതമായ ജീവിതം നയിക്കുക. ഉദാഹരണത്തിന്, മറ്റുള്ളവരെ അപമാനിക്കരുത്. നിങ്ങളുടെ മതപരമായ കടമകൾ വൈകിപ്പിക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുക. ഏതൊക്കെ പ്രവൃത്തികളാണ് നിർബന്ധമാക്കിയത്, പ്രോത്സാഹിക്കപ്പെടാത്തത്, ഏതൊക്കെയാണ് അനുവദനീയമാക്കിയത്, ഏതൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത്, ഏതൊക്കെയാണ് ഹറാമാക്കിയത് എന്നിവയൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ നിർബന്ധിത മതപരമായ കർമ്മങ്ങളും പൂർത്തിയാക്കാതിരിക്കുന്നത് ഇസ്ലാമിൽ പാപമാണെന്ന് ഓർമ്മിക്കുക. 5 നേരം നമസ്കാരം അനുഷ്ഠിക്കുക. റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക. സക്കാത്ത് നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പാപം ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പാപം ഏറ്റുപറയുക. അത് ആവർത്തിക്കില്ലെന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞയെടുക്കുക. 6. മാന്യമായ വസ്ത്രം ധരിക്കുക. മാന്യത പാലിക്കാൻ ഇസ്ലാമിക വസ്ത്രധാരണ രീതി പാലിക്കുക. സ്ത്രീകൾ ശരീരം പ്രദർശിപ്പിക്കുകയോ ഇറുകിയതും ശരീരം വെളിപ്പെടുത്തുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യരുത്.
പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ഔറത്ത് മറയ്ക്കുന്നതിലൂടെ ഇസ്ലാമിക വസ്ത്രധാരണ രീതിയെ മാനിക്കണം. 7. സക്കാത്ത് നൽകുക. നിർബന്ധിത ദാനധർമ്മം, സ്വമേധയാ നൽകുന്ന ദാനധർമ്മം അഥവാ സക്കാത്ത്, സ്വതക്ക നൽകുക. ദരിദ്രർക്ക് കഴിയുന്നത്ര ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നവർക്ക് ഉത്തമമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഖുർആനിലൂടെ പറയുന്നു. ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ ഒന്നായ സക്കാത്ത് എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണെന്ന് ശ്രദ്ധിക്കുക. സ്വതക്ക നിർബന്ധമല്ല, പക്ഷേ വളരെ ശുപാർശ ചെയ്യപ്പെടുന്നു. എന്നിരുന്നാലും ആരെ സഹായിക്കണം, ആരെ സഹായിക്കരുത് എന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. സ്വന്തം ഉപജീവനമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്നാൽ കഷ്ടപ്പെടുന്ന മറ്റ് മുസ്ലിങ്ങൾക്ക് സക്കാത്ത് ദാനം ചെയ്യാൻ ഖുർആൻ മുസ്ലിങ്ങളെ അനുവദിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ പരിശ്രമങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. നീതിമാനായ പാതയിൽ മുന്നേറാൻ തയ്യാറുള്ള നമുക്കെല്ലാവർക്കും അവനിലേക്ക് അടുക്കാനുള്ള ഈ പാത എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.